ഹലോ ഗൈസ്, ഞാനാണ് സി. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു പുതിയൊരു കിടക്കാച്ചി വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, ഇത് നമ്മൾ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ബെഡ് വേറുമായിട്ട്. അതായത് ക്യൂബ് ക്രാഫ്റ്റിലാണ് നമ്മുടെ പരിപാടി. ക്യൂബ് ക്രാഫ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നല്ല പേരാണ്. ബട്ട് ഇവിടുത്തെ പ്ലേയേഴ്സ് മോശമാണ്. അതേ തന്നെ, ഒരു ദയം കാണിക്കൂല, തട്ടിക്കളയും. ബട്ട് നമ്മൾ ബെഡ് വാറാണ് കളിക്കാൻ പോകുന്നത്. അതേ തന്നെ, കുറേ നാൾ നമ്മൾ പീസ്ഫുൾ ജീവിതം ജീവിച്ചു. ഇനി നമുക്ക് ബെഡ് വാറും കാര്യങ്ങളുമായിട്ട് തുടങ്ങാം. തുടക്കം തന്നെ നൂബുകളെ തന്നു പറഞ്ഞേ. ഞാൻ ഭയങ്കര പ്രോയാ, അതുകൊണ്ട് ഞാൻ കളിക്കും സോളോ. ഞാനൊരു പ്രോയാടി എന്ന് പറയുക, അങ്ങോട്ട് കളിക്കുക. അപ്പോൾ ഇതായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തതായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഈ ബെഡ് വാറിൻ്റെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ടാർഗറ്റ് 30 കംപ്ലീറ്റ് ആക്കുക. ആൻഡ് നമ്മളിങ്ങനെ ബെഡ് വാറിൻ്റെ കുറേ വീഡിയോസ് ആയിട്ട് വരും. വേറെ കുറേ ഗെയിംസ് ട്രൈ ചെയ്യും. ഇതൊക്കെ ചറപറാന്ന് കിട്ടുന്ന ഓക്കെ പെട്ടതേറ്റ. പിന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ കിട്ടും. ആർമറിൻ്റെ അകത്ത് പോയിട്ട് ഇത് 20 ഗോൾഡ് വാങ്ങിച്ചു. ഇതൊരു ഡയമണ്ടാണ്. 10 ഗോൾഡ് അതും ഞാൻ വാങ്ങിച്ചു. ഡയമണ്ടാണ്. 10 ഗോൾഡ് അതും ഞാൻ വാങ്ങിച്ചു. ഇതും ഞാൻ വാങ്ങിച്ചു. അത് വാങ്ങാൻ പൈസ ഇല്ല. സ്കെൽട്ടൻ വെക്കുവാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ പൈസ തരുവാണെങ്കിൽ സ്കെൽട്ടനെ ഞാൻ നോക്കിക്കോളും. അപ്പോൾ സ്കെൽട്ടനെ സേഫാക്കി വെക്കണം ഫസ്റ്റ് നമ്മൾ. അതായത് ആരും പെട്ടെന്നൊന്നും കൊല്ലാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ആരൊന്നാലും ഇവ നോക്കിക്കോളും. ഞാൻ എന്തോ മറക്കുന്ന പോലെ ആയി. കുറച്ച് ഉള്ളും കാര്യങ്ങളും എടുക്കാം. വേണേ ഒരു എൻഡർമാനെയും കൂടെ എടുത്തേക്കാം. എൻഡർമാനെ പണിയിടാൻ അങ്ങോട്ട്. ഓക്കെ, എൻഡർമാൻ അവിടെ പണി ചെയ്യുന്നുണ്ട്. അതേതവനാടാ തെറ്റാ. പോയില്ല. ഭാഗ്യമുണ്ട് അവര്. പേടിക്കണ്ട. എടാടാ ചത്ത്. എടാ ഇതെന്താണ് ഇങ്ങനെ? എൻ്റെ ബെഡ് പൊട്ടി. ഇനി ഞാൻ വീണ ചത്ത്. എല്ലാം അവസാനിച്ചു. അപ്പോൾ പറയുന്നത് നമ്മൾ ഇപ്രാവശ്യം ജയിക്കണം. ഇപ്രാവശ്യം ബുദ്ധി ഉപയോഗിച്ച് കളിക്കണം. നമ്മൾ എടുത്തിടാൻ പാടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് എടുത്ത് നോക്കിക്കൊണ്ടാണ് ഒരുപാട് ടൈം പോയത്. ഇത് പറഞ്ഞോ അതിനുള്ള അയണില്ല. എൻഡർമാൻ ഒരുപാട് താമസിച്ചു. അല്ല ഡയമണ്ട് ആർമറായിരുന്നു. ഇവന്മാരൊക്കെ തെറുത്തിക്കാരാണ്. തെറുത്തിയായിട്ട് പെട്ടെന്ന് വരെ അതടി ചാവും. മോനെ പണി തുടങ്ങിക്കോ അങ്ങോട്ടെ. ആ പണി ചെയ്യട്ടെ. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഇത് ലൂട്ടിയിട്ട് ഇല്ലാണ് ചാടിക്കറി വരുന്നുണ്ട്. ബെഡൊന്നും സേഫ് ആക്കൂല അവർ. ചാടിക്കറി മറ്റുള്ളവരുടെ ബേസിൽ മുന്നേ വെക്കുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് എൻ്റെ ബെഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് പൊട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 4 പേരുള്ള എല്ലാവരും ഓരോ കാര്യത്തിന് ബിസി ആയിരിക്കും. ഞാനും ഇതേപോലെ ഇങ്ങനെ സേഫാക്കി വെച്ചേക്കാം. മൈൻക്രാഫ്റ്റ് ന്യൂ ബെഡ് വാർ പ്രോ MC. ഇവിടുന്ന് ഇത്തിരിയും കൂടെ എടുത്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. എന്നിട്ട് നേരെ ചടർപ്പറാന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഒരു ഗോൾഡിൻ്റെ ആക്സ്. ഈ നമ്മുടെ 10 ഗോൾഡും കൂടെ ഉണ്ട്. അത് ഞാനൊരു കാര്യം ചെയ്യാം. ബ്ലോക്സിൻ്റെ അകത്ത് ഇതൊരെണ്ണം വാങ്ങാം. ഒരെണ്ണം കൂടെ വാങ്ങാം. ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ലക്ഷ്യമാക്കി വരുവാണെങ്കിൽ അവന്മാരെ കൊല്ലാൻ കഴിയും. ഇനിയും 10 കിട്ടുമോ? ഒരു സ്കെൽട്ടനെയും കൂടെ വെക്കാം. ഓക്കെ, വേറെ സ്കെൽട്ടൻ. ഓക്കെ, സ്കെൽട്ടനെ ഞാൻ വെച്ചു. ഇത് ഞാൻ പൊട്ടിച്ചളങ്ങിയേക്കാം. അല്ല മണ്ടക്കത്തെ പൊട്ടിച്ച സ്കെൽട്ടൻ താഴെ വീഴുക. ഞാൻ കുഴപ്പമില്ല.
ഇടക്കിടക്ക് എനിക്ക് അങ്ങനത്തെ മണ്ടത്തിനും പറ്റും. അത് ഞാൻ അറിഞ്ഞില്ല, മണ്ടക്കത്തെ പൊട്ടിച്ച സ്കെൽട്ടൻ തറയിൽ വീഴും. അത് 10 കൂടെ ഉണ്ട്. ഒരു സോഡ അങ്ങോട്ട് വാങ്ങിച്ചേക്കാം. അയ്യോ 2 സോഡ. കുഴപ്പമില്ല, അവരുടെ ചെസ്റ്റ് വെക്കാം. അല്ല പിന്നെ ഞാൻ സീന. ഞാൻ എന്തേ അവിടെ പോയി ആ ഡയമണ്ട് എടുത്തിട്ട് വരാം. ഓ എൻഡർമാൻ്റെ ഒക്കെ കാര്യം. അണ്ണായി തലല്ലേ എടാ, അതെങ്ങനെയാടാ ബ്രദർ. അവനോട് വന്നിട്ട് തന്നെ വീണിയെത്ത്. കളിക്കറിയാത്ത രൂപമായിരുന്നടാ എൻ്റെ വേശി വന്നാ. അപ്പം തന്നെ വീട്. നമ്മുടെ സ്കെൽട്ടൻ അടൻ സ്വന്തം ജീവ് പടയിൽ വെച്ചാണ് അവരെ കൊന്നത്. അപ്പം നമുക്ക് സ്കെൽട്ടൻ അണ്ണന് വേണ്ടി ഒരു പാട്ട് പാടാം. ഒടപ്പിലെ യാത്രക്ക് എന്ന് സ്കെൽട്ടൻ എണ്ണം പോയല്ലോ, പുതിയ സ്കെൽട്ടൻ അണ്ണാച്ചി വരുമല്ലോ. അതെ ഗൈസ്, നമ്മൾ പഴയ സ്കെൽട്ടനെ കളഞ്ഞ് പുതിയ സ്കെൽട്ടനെ വെക്കേണ്ട ടൈമായി. പഴയ സ്കെൽട്ടനെ ഒരുപാട് മിസ് ചെയ്യും. കാര്യം അവൻ കാരണമാണ് ഇന്നൊരു എമി അവൻ ചത്തത്. അല്ലെങ്കിൽ ഇത് എൻ്റെ ബെഡിൽ കയറി തീരുമാനമായാലേ. എക്സ്ട്രാ ഒരു സോഡ് ഉണ്ടാക്കി നന്നായി. ഇപ്പം എക്സ്ട്രാ ഒരു സോഡ് കിട്ടി. ലപ്പോട്ടൻ അവിടെ വന്ന് ഞാൻ തീർക്കണം. അപ്പം നമ്മളൊരു സംഭവം എടുക്കുന്നു. ഇത് ഇനിയും വാങ്ങുന്നു 2 എണ്ണം 3 എണ്ണം ഉണ്ട്. ഇനി ആരും വന്നാലും തലപ്പെട്ടിരിക്കും. അപ്പം വന്ന വഴി നമ്മൾ ബ്ലോക്ക് ആക്കണം ഗൈസ്. നമ്മളിവിടെ സേഫ് ആക്കണം. അതിനായിട്ട് 3 വഴി. ഓ ലീഫ് ഇത് വെച്ച് പൊട്ടത്തില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. പൊട്ടത്തില്ല ഇത്. ഓ ഇത് ഗെയിമിൽ തന്നെ ലീഫാണ്. മനസ്സിലായി. ഓക്കെ, ഞാൻ 6 എണ്ണം ആയിട്ടുണ്ട്. ഇതേപോലെ അപ്പുറത്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അപ്പുറത്തും കുറച്ച് എണ്ണം എടുക്കാൻ കഴിയുമായിരുന്നു. സെറ്റ് ചെയ്യാം. ബ്ലോക്സിൻ്റെ അകത്ത് ഈ അണ്ണാച്ചി വാ. അണ്ണാച്ചി അങ്ങോട്ട് പണി. അണ്ണാച്ചി നമുക്ക് സൂക്ഷ്മത. അതെ വരുന്നുണ്ട്. അല്ല പിന്നെ ഞാൻ ഏതാ മോൻ കൊറേ. അത് ഞാൻ വീണ്ടും റിപ്പയർ ചെയ്തോളാം വേണമെങ്കിൽ. ഇപ്പം എനിക്ക് ആർമറിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. എൻഡർമാൻ അണ്ണൻ പണി ഇത് കുറച്ച് ടൈം എടുക്കും. കഴുതയാണ് അവൻ. ഓരോട്ട ചത്ത പോരാ, വീട്ടിൽ പിടിച്ച് അവൻ ഇവിടെ വരും. കഴുത അതേ വഴി വരുന്നു. ഓനോ പി ചത്ത് എടാ, ഞാൻ ചത്ത് ബെഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീരുമാനമാവും. ബെഡ് പൊട്ടിച്ചില്ലേ അവൻ? തറ വേണം? ഇല്ല. എന്നിട്ട് പീപ്പിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നതാ, എന്നെ കൊല്ലാൻ വേണ്ടിയായിട്ട്. എടാ ഇങ്ങനെയാണ് എപ്പോൾ ആവാനാടാ ഇവിടെ ഇടത്? ഓക്കെ എടാ, എനിക്ക് വർഷം കിട്ടുന്നുണ്ടാ ഇത്. ചത്ത്